ഞാനിപ്പോ ഈ ചാടിത്തുള്ളി ട്രെയിനിലും ബസ്സിലും ഒക്കെ കയറി എങ്ങോട്ടാ പോണെന്നറിയാവോ? പറഞ്ഞു തരാം. ലോകത്തിലെ തന്നെ ഏറ്റവും ടോളസ്റ്റും ലോങ്സ്റ്റുമായ 178 മീറ്റർ നീളവും 76 മീറ്റർ ഹൈറ്റുമുള്ള ഹെലിക്സ് എന്ന പേരുള്ള റൈഡിൽ കയറി താഴോട്ട് ഊർന്നിറങ്ങാനുള്ള കുതിപ്പാണി കാണുന്നത്. UK-യിലുള്ള കുറെ പേരെങ്കിലും കണ്ടിട്ടുള്ളതായിരിക്കും. സ്ട്രാറ്റ്ഫോർഡുള്ള ഒളിമ്പിക് പാർക്കിലെ UK-യിലെ തന്നെ ടോളസ്റ്റ് സ്കൾപ്ചറായ ആഴ്സലർ മിറ്റൽ ഓർബിറ്റിന്റെ ഉള്ളിലാണ്. പെരുമ്പാമ്പ് ഇരയെ വരിഞ്ഞു മുറുക്കി എണീറ്റ് നിൽക്കുന്ന ടൈപ്പ് ഒരു സംഭവമാണ് പണിഞ്ഞു വെച്ചേക്കുന്നത്. ഭയങ്കരം തന്നെ. ഈ കാണുന്നത് അതിന്റെ താഴെ സ്ലോട്ട് കിട്ടിയ ടൈമിന് മുന്നേ എത്തിയതിന്റെ ആഹ്ലാദ വിസ്ഫോടനമാണ്. മൈൻഡ് ആക്കണ്ട കേട്ടോ. ആദ്യം നമ്മൾ പ്രീ ബുക്ക് ചെയ്ത ടിക്കറ്റും കാണിച്ച് ഹൈറ്റും വെയിറ്റും ഒക്കെ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തണം. ഇടയ്ക്കൊന്നും തങ്ങി നിൽക്കലല്ലോ. ഞാൻ ഫിസിക്കലി ആപ്റ്റായ എന്റെ എൻട്രി ബാൻഡും കിട്ടിയിരിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങളെ പണിസാധനങ്ങളാ രാജാവേ എന്ന് പറഞ്ഞ പോലെ അംഗങ്ങൾക്കൊന്നും ഭംഗം വരാതിരിക്കാനുള്ള പടച്ചട്ടയും കണകുണൊക്കെയാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ഓട്ടെ കൂടാണ് നമ്മൾ താഴോട്ട് എടുത്ത് ചാടാൻ പോണത്. ചെറുതായിട്ടൊരു പേടി എവിടെയോ വരുന്നുണ്ടോന്നൊരു പിന്നെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാധനമൊക്കെ എങ്ങനെ ഇടണം, എവിടെ ഇടണം, തലയൊക്കെ ഇടിച്ചില്ലാത്ത ബോധം കളയാതെ എങ്ങനെ നോക്കാം എന്നൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനും ദിവനും ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് അംഗത്തിന് റെഡിയാവുകയാണ്. അങ്ങനെ എടുത്തുചാട്ടത്തിന് മുന്നേയുള്ള ചെറിയൊരു ആളിക്കത്തിലാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത്. എന്താവോ എന്തോ. ആദ്യം തേണ്ട ഒരു അപ്പൂപ്പനും അതിന്റെ പുറകെ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ചാടുന്നുണ്ട്. അങ്ങനെ എന്റെ ഒഴിവായി. ഞാൻ പിന്നെ ജന്മനാ ധൈര്യശാലിയും സാഹസികയുമായതുകൊണ്ട് ഇതൊക്കെ ചിഞ്ചുപ്പി കാര്യങ്ങളല്ലേ. എത്ര ഇരുന്നിട്ട് തെന്നി തെന്നി പോവായിരുന്നു പുല്ല്. കാവടി തുള്ളിയാണല്ലോ പോണത്. എന്താകും മുരുക. പടച്ചോനെ നിങ്ങൾ കാത്തോളി എന്ന് പറഞ്ഞൊരൊറ്റ പോക്കായിരുന്നു. 12 തവണ എങ്ങാനാണ് റൗണ്ട് നമ്മൾ ചുറ്റി പോണേ. സ്പീഡ് എന്ന് പറഞ്ഞാൽ മുട്ടിഞ്ഞ സ്പീഡ്. താഴെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് തല എന്റെ കഴുത്തിന്റെ മുകളിൽ തന്നെ ഉണ്ടോടേതായിരുന്നു. അങ്ങനെ വിജയകരമായി ഈ യജ്ഞം നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു. പിന്നെ ചാടിയ ക്ഷീണത്തിൽ സ്ട്രാറ്റ്ഫോർഡ് തന്നെയുള്ള അരോമ റെസ്റ്റോറന്റിൽ പോയി മന്തിയും മട്ടൻ ബിരിയാണിയും ഒക്കെ അടിച്ചു കയറ്റി. മട്ടൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ മട്ടന്റെ ലോറി പ്ലേറ്റിലേക്ക് മറിഞ്ഞാണ് അത്രയും മട്ടൻ. അരോമ ചേട്ടന്മാരെ കിട്ടില്ല ബിരിയാണി ആൻഡ് ലോട്ട്സ് ഓഫ് മട്ടൻ പീസസ്. താങ്ക് യു. അത് കഴിഞ്ഞ് ചെറുതായി ലണ്ടനൊക്കെ വന്നല്ലേ. അപ്പൊ പിന്നെ ലണ്ടനിലൊക്കെ ഒന്ന് കയറി ചെറിയ തോതിൽ മുകളിലൊക്കെ പോയി ചില്ല് ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ടു പോകാന്ന് വെച്ചു. അങ്ങനെ ലണ്ടനിൽ കയറി കറങ്ങി കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ വെതർ സ്പൂണിൽ പോയി കുറച്ച് വിങ്സും കോക്ടെയിലും ഒക്കെ കുടിച്ച് റിലാക്സ് ചെയ്തുള്ള ഇരിപ്പാണ് നിങ്ങൾ കാണുന്നത്. ഒരു ഫുൾ ഡേയിലെ നടത്തം കാരണം കാലിന്റെ ബാക്ക് പൊട്ടി പണി കിട്ടി ഷൂ ഊരി കൈ പിടിച്ച് നടക്കുന്ന ഞാനാണ് ദോ ആ പോകുന്നത്. അപ്പൊ ടാറ്റ ബൈ ബൈ.